ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരതയുള്ളതിൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുക്കുകയും അരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. പരിശുദ്ധമായ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 40 ദിവസത്തെ ഉപവാസവും അതിനുശേഷമുള്ള നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവവും ക്രൂശ് മരണവും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുന്ന ദിവസങ്ങളിലേക്ക് നാമും യേശുക്രിസ്തുവിനെ പിൻചെന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ധ്യാന ചിന്ത നമ്മൾക്ക് ഒരുമിച്ച് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം. യേശു കണ്ണുനീർ വാർത്തു. വചനത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ കണ്ണുനീർ വാർത്ത കരഞ്ഞ പല അനുഭവങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ലാസറിൻ്റെ കല്ലറയ്ക്കൽ. താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന ലാസർ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. അവിടേക്ക് യേശു കടന്നു വരികയാണ്. അവിടെ വന്ന് യേശുവിനറിയാം താൻ ലാസറിനെ ഉയർപ്പിക്കുവാൻ പോകുന്നുവെന്ന്. എങ്കിലും ആ സഹോദരിമാരുടെ കണ്ണുനീരിൽ, അവരുടെ മുറവിളിയിൽ യേശു പങ്കുചേരുകയാണ്. യേശു കരയുന്നു. സഹോദരിമാരുടെ കണ്ണുനീരിൽ പങ്കുചേരുന്നത് മാത്രമാണോ അവിടെ നടന്നത്? നമുക്കൊന്ന് ചിന്തിക്കാം. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു അമ്മ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് തള്ളപ്പെട്ട് ഏകാകിനിയായി ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ആ ഒരു അനുഭവം. താൻ 33 വർഷം വളർത്തിക്കൊണ്ടുവന്ന തൻ്റെ മകൻ തന്നെ വിട്ടുപിരിയുകയാണ്. മാത്രമല്ല, സഹിക്കാവുന്നതിലപ്പുറമായിട്ട് കഷ്ടതകളും പീഡനങ്ങളും ഏൽക്കുമ്പോൾ, മുൾമുടി അണിഞ്ഞ് ആ ക്രൂശിൽ കൈകൾ വിരിച്ച് കിടക്കുമ്പോൾ ആ അമ്മയുടെ വിഷമം ആ മോൻ ചിന്തിച്ചു. അത് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ആ ക്രൂശിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരനുഭവം യേശുക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അവിടുന്ന് നിലവിളിച്ചു, അമ്മയെ ഓർത്ത് നിലവിളിച്ചു. രണ്ടാമത് നമുക്ക് കാണുന്നത് തൻ്റെ ഈ ലോകയാത്രയുടെ അവസാനമാകുമ്പോഴേക്കും യെരുശലേം ദേവാലയത്തെ നോക്കിക്കൊണ്ട് തമ്പുരാൻ കരയുന്നതായിട്ട് കാണുന്നു. യെരുശലേം ദേവാലയത്തിൻ്റെ അധഃപതനവും ജനങ്ങളുടെ തന്നോടുള്ള അകൽച്ചയും ഒക്കെ ഓർത്തുകൊണ്ട് യേശു തമ്പുരാൻ കരഞ്ഞു. അടുത്തതായിട്ട് നാം കാണുന്നത് ഗത്സമന തോട്ടത്തിൽ വിയർപ്പ് കഷ്ണങ്ങൾ രക്തത്തുള്ളികളായി ഒഴുകി വീഴത്തക്ക പോലെ പരവശനായിരുന്നു യേശു തമ്പുരാൻ. എന്തിനാണ് അവിടെ കരഞ്ഞത്? നഷ്ടപ്പെടുന്ന ഓരോ ആത്മാക്കളെയും ഓർത്തല്ലേ? താൻ ഏറ്റെടുക്കുവാൻ വന്ന കഷ്ടപ്പാടിനെ ഓർത്തോ പീഡാസഹനത്തെ ഓർത്തോ ആണോ തമ്പുരാൻ കരഞ്ഞത്? അല്ല, നഷ്ടപ്പെടുന്ന ഓരോ ആത്മാക്കൾക്ക് വേണ്ടിയും കരഞ്ഞു. പിന്നീട് നാം കാണുന്നത് കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടോ എന്ന് ചോദിക്കുന്ന ഒരനുഭവം. അതിനുശേഷം നാം കാണുന്നു നിലവിളിച്ചുകൊണ്ട് പ്രാണനെ പിതാവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, ഇവിടെ മാത്രമാണോ യേശു തമ്പുരാൻ കരഞ്ഞത്? എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം നോക്കുമ്പോൾ, ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനവും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് നാം കാണുന്നു. യേശുക്രിസ്തുവിൻ്റെ ഈ ലോക വ്യാപാര കാലം മുഴുവനും കണ്ണീരിൻ്റെ അനുഭവങ്ങളായിരുന്നു. അത് ഓരോ നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള കണ്ണുനീരായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ക്രിസ്തു കണ്ണുനീര് ഒഴുക്കുവാൻ തുടങ്ങിയത് ഇവിടെയാണോ? ഇതിൻ്റെ ആരംഭം എവിടെയായിരുന്നു? വാത്സല്യച്ച് വളർത്തുന്ന ഒരു കുഞ്ഞിൻ്റെ അകാല വേർപാടിൽ, നഷ്ടപ്പെടലിൽ ഒരമ്മയുടെ ഹൃദയം പിളരുന്നത് പോലെ പിതാവാം ദൈവം തൻ്റെ സ്വന്തം കൈകളാൽ നിർമ്മിച്ച് തൻ്റെ ജീവശ്വാസം ഊതി തനിക്ക് വേണ്ടി മാത്രമായിട്ട് സൃഷ്ടിച്ച മനുഷ്യവർഗം തുടരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം പറിച്ചു നിന്ന് പാപമരണത്തിലേക്ക് വീണപ്പോൾ അവിടെ ആരംഭിച്ചതല്ലേ ഈ കണ്ണുനീര്?
ഒരുപക്ഷെ നാം ദൈവത്തോട് അടുത്ത് നിൽക്കാത്തതുകൊണ്ട് ആ കണ്ണുനീർ ധാര നാം കാണുന്നില്ലായിരിക്കാം. പ്രിയമുള്ളവരെ, അവിടെ ആരംഭിച്ചു ആ കണ്ണുനീര്. എവിടെയാണ് ഇതിൻ്റെ അവസാനം? ഈ കണ്ണുനീരിൻ്റെ അവസാനം എവിടെയാണ്? നഷ്ടപ്പെട്ട ആടുകളെ തിരക്കി ഇറങ്ങി വന്ന ദൈവപുത്രൻ തൻ്റെ സുവിശേഷ വേലയിൽ അവിടുന്ന് പ്രസംഗിച്ചത് ഒരേ ഒരു കാര്യമാണ്: സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. 99 വിട്ട് 1 തിരക്കി വന്ന കർത്താവ് പറഞ്ഞതാണ്, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ, ഒരു തിരിച്ചുവരവിൻ്റെ അനുഭവത്തിലൂടെ, ആ പഴയ പറുദീസയുടെ അനുഭവത്തിലേക്ക് ഓരോരുത്തരും കടന്നു ചെല്ലണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിച്ചത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി എല്ലാം ലഭിക്കുമെന്ന് തൻ്റെ സുവിശേഷത്തിൽ താൻ അരുളി ചെയ്തു. എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ഈ ലോകത്തിൻ്റെ മഹിമയോ മഹത്വമോ ധനമോ സമ്പത്തോ ഒന്നും തരാമെന്ന് ക്രിസ്തു വാഗ്ദാനം ചെയ്തില്ല. നേരെ മറിച്ച് ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിൽ ആവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അവിടെ പീഡനമുണ്ട്, നിന്ദനമുണ്ട്, പരിഹാസമുണ്ട്, കഷ്ടപ്പാടുണ്ട്, സഹനമുണ്ട്. ഈ യാത്രയിൽ ആവശ്യമായിരിക്കുന്നത് അവിടുത്തെ പരിശുദ്ധാത്മാവ് മൂലം നൽകാമെന്നാണ് യേശു ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്തത്. ഈ ലോകത്തിൽ നമുക്ക് എന്താണ് നേടാനുള്ളത്? മുടിയനായ പുത്രൻ്റെ ഉപമയിലൂടെ, നഷ്ടപ്പെട്ട ആടിൻ്റെ ഉപമയിലൂടെ, നാണയത്തൊട്ട് നഷ്ടപ്പെട്ട സ്ത്രീയുടെ ഉപമയിലൂടെ ഒരു തിരിച്ചു വരവിൻ്റെ അനുഭവം യേശുക്രിസ്തു നമുക്ക് കാട്ടിത്തന്നു. അതായത്, പിതാവിൽ നിന്ന് അകന്നുപോയ പുത്രൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിലെ കടന്നുപോയ ഒരു നിമിഷങ്ങളെയും കുറിച്ചും ആ പിതാവ് ചോദിച്ചില്ല. നേരെ മറിച്ച് വാത്സല്യത്തോടെ, സ്നേഹാധിക്യത്തിൽ ഓടിവന്ന് മാറോട് ചേർത്ത് അവനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അതുപോലെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയപ്പോൾ എല്ലാവരും ഒത്ത് സന്തോഷിക്കുകയായിരുന്നു. അതെ, പറുദീസയിൽ നേടാനിരിക്കുന്ന അനുഭവം അതാണ്. എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് തിരികെ ചെല്ലുമ്പോൾ ആ പിതാവിൻ്റെ മാറിലേക്ക് ചേരുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകണം. ഒരു ആത്മാവിൻ്റെ തിരിച്ചുവരവിൽ സ്വർഗം സന്തോഷിക്കുന്നെങ്കിൽ ഒരാത്മാവിൻ്റെ നഷ്ടപ്പെടലിൽ തീർച്ചയായിട്ടും സ്വർഗം ദുഃഖിക്കുന്നുണ്ടായിരിക്കും. ഇന്ന് ഈ ലോകത്തിൽ നാം കാണുന്ന എല്ലാവിധമായ പൈശാചിക പ്രവർത്തനങ്ങളുടെയും അനുഭവത്തിൽ നമ്മുടെ പിതാവാം ദൈവം ഏങ്ങലടിച്ച് കരയുകയാണ്. കാരണം തൻ്റെ സൃഷ്ടിയായ മനുഷ്യവർഗം മുഴുവനും സാത്താൻ്റെ പിടിയിലേക്ക് പെട്ടുപോയിരിക്കുകയാണ്. അതോർത്ത് ആ ഹൃദയം വിങ്ങി നീറുകയാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി അഭയാചന നൽകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിനും അവസാനം അവിടുത്തെ രണ്ടാമത്തെ വരവ്. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് തിരിച്ചറിയണം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ആദ്യത്തെ വരവ് പോലെ ആയിരിക്കേയില്ല. ഒരു പാവപ്പെട്ടവനായി, ഒരു പാവപ്പെട്ട ബാലികയിൽ ആ പുൽക്കൂട്ടിൽ ജനിച്ച യേശുക്രിസ്തു ആയിരിക്കേയില്ല വരുന്നത്. മറിച്ച് തൻ്റെ മഹത്വത്തോടുകൂടി തേജസ്സിൻ്റെ സിംഹാസനത്തിലായിരിക്കും യേശുക്രിസ്തു കടന്നു വരുന്നത്. അവിടേക്ക് അടുത്ത് ചെല്ലുവാൻ നമുക്ക് ആർക്ക് കഴിയും? നമുക്കതിന് ആർക്ക് ശക്തിയുണ്ട്? യേശുക്രിസ്തു പറഞ്ഞു, ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതെ, അത് ഒരു മാർഗം മാത്രമേ ഉള്ളൂ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുവാൻ. ശുദ്ധ ഹൃദയമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു കൊച്ചു ജീവിതം, അതിൽ ത്യാഗങ്ങളുണ്ട്, വേദനകളുണ്ട്, പരിഹാസങ്ങളുണ്ട്, നിന്ദകളുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും ആ ക്രിസ്തുവിൻ്റെ പാത പിൻപറ്റിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്നതെല്ലാം ആ ക്രൂശോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് ഇടയാകണം. നമ്മെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുന്ന ദൈവസന്നിധിയിലേക്ക്, ആ പറുദീസയുടെ അനുഭവത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ പാപക്കെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞ് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ, കണ്ണീരിലൂടെ ആ പാദത്തിലേക്ക് നമുക്കടുത്ത് ചെല്ലണം. ക്രിസ്തുവിൻ്റെ പിളർന്ന ചങ്കിൽ നിന്നൊഴുകുന്ന ആ രക്തമാണ്, ആ ജീവജലമാണ് നമ്മെ പിതാവിനോട് ചേർക്കുന്ന ഏറ്റവും വലിയ മാർഗം. ആ ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്
ഈ ലോകത്തിലെ ഒരു നേട്ടവും നമ്മെ എങ്ങും കൊണ്ടെത്തിക്കുകയില്ല. എന്നാൽ ആ ക്രൂശിനോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുവാനുള്ളത് ദൈവം തീർച്ചയായിട്ടും നമുക്ക് തരും. ഈ പരിശുദ്ധമായ നോമ്പിലൂടെ നാം നമ്മിലേക്ക് തന്നെ നോക്കി നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം ആ പാദത്തിങ്കൽ സമർപ്പിക്കാം. ആ പിതാവിൻ്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾക്ക് മുമ്പിൽ നമ്മുടെ ശുദ്ധ ഹൃദയത്തോടെ ഒന്നടുത്ത് ചെന്നാൽ ആ സന്തോഷത്തിൻ്റെ അനുഭവം അവിടെ ഉണ്ടാകും. അവിടെ നാം ഓരോരുത്തരും തൻ്റെ സൃഷ്ടി മുഴുവനും ആ തൃപ്പാദത്തെങ്കിൽ ചെന്ന് ചേരുന്നിടം വരെയും ആ പിതാവിൻ്റെയും ദൈവപുത്രൻ്റെയും കണ്ണുനീരുകൾ ഒരിക്കലും അവസാനിക്കുകയില്ല. എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ പിതാവിനെ ഞാൻ ദുഃഖിപ്പിക്കുവാനിടയായെങ്കിൽ, ആ പുത്രനാം ദൈവത്തെ പരിശുദ്ധാത്മാവിനെ ഞാൻ ദുഃഖിപ്പിക്കുവാനിടയായെങ്കിൽ, തമ്പുരാനെ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ അവിടുത്തെ പാദത്തിങ്കൽ ചേർന്ന് കിടന്നുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി ഒരു ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് ചെന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.